ബറക്കത്തിലേക്കുള്ള അടുപ്പെന്ന് പറഞ്ഞാൽ മുത്തുനബിയിലേക്കുള്ള അടുപ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് മനസ്സിലായാൽ നമ്മളെ ഈമാൻ വളരെ സെറ്റായി. മുഹമ്മദ് നബിനെ മനസ്സിലാക്കലാണ് ഈമാൻ സെറ്റാക്കൽ. മഹല്ലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ്. 1, മഹല്ലത്തിലെ ആൾക്കാരെ ഈമാൻ സെറ്റാക്കണം. ഈമാൻ ഇല്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം? കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ 5 കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. 1, കുടുംബത്തിൻ്റെ ഈമാൻ ഉറപ്പിക്കണം. എല്ലാം ഉണ്ട്, ഈമാൻ ഇല്ല, പിന്നെന്താ കാര്യം? ഒന്നുമില്ല, ഈമാൻ ഉണ്ട്, കാര്യമുണ്ട്. ഒന്നുമില്ലാതെ ഈമാൻ മാത്രം ഉണ്ട്, കാര്യം ഉണ്ടാവും. അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്നാ പറഞ്ഞത്. പഴയ കാലത്ത് നമ്മളെ പഴമക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബീഉൽ അവ്വൽ 12 വലിയൊരുനാളിനേക്കാൾ ചെറിയൊരുനാളിനേക്കാൾ ബദരീങ്ങളാണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കും റബീഉൽ അവ്വൽ 12. മുഹറം മാസമായാൽ ഉസ്താദുമാർ കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും കൊടുക്കൽ തുടങ്ങും നബിദിന പരിപാടിക്ക്. അതേ മുഹറം മാസമായാൽ ചില ആൾക്കാർ തുടങ്ങും മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന്. ഇടങ്ങേറ് മുസീബത്ത് എന്ന് പറയാം, അല്ല എന്താ കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെവി തന്നതിൻ്റെ ശേഷം ചെവി കൊണ്ട് കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന അഭിപ്രായമാണ്. സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യത്തിലാണ് ഈമാൻ കുടികൊള്ളുന്നത്. അത് ശരിക്ക് കൽബിലുണ്ടെങ്കിൽ ഈമാൻ ഒടുക്കും പോവില്ല. അതുകൊണ്ട് മഹല്ലേർക്ക് ആദ്യം സെറ്റാക്കി കൊടുക്കേണ്ടത് ഈമാനാണ്. ഇതിന് പഴയ ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. ഏറ്റവും കൂടുതൽ പൈസ റബീഉൽ അവ്വൽ 12 ചെലവാക്കും. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. റബീഉൽ അവ്വൽ 12 ആയാൽ മദ്രസയിൽ നബിദിന പരിപാടികളൊക്കെ നടക്കും. മദ്രസയിൽ നബിദിന പരിപാടിയൊക്കെ നടക്കുമ്പോൾ പരിപാടി തുടങ്ങോളൊന്നും കുഴപ്പമുണ്ടാവില്ല. പരിപാടി ഇങ്ങനെ തുടങ്ങി ദേശമാവുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തോന്നും 2 പാട്ട് പാടിയാൽ തിരക്കടില്ലല്ലോ. അപ്പോൾ സദർ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ സമയം ഉണ്ടാവുമോ? അപ്പോൾ സദർ ഉസ്താദ് ഉള്ള പരിപാടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവസാനം ഒരു 10-40 മിനിറ്റ് ബാക്കിയാക്കിയിട്ട് അനൗൺസ് ചെയ്യും, ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നതാണ് എന്ന്. അതിലാണ്ട് കയറിയിട്ടാണ് പാടും. അതിൽ സ്റ്റേജുമാണ് കയറിയിട്ട് പാട്ടാണ്ട് പാടും. അപ്പോൾ ഗൾഫിൽ നിന്ന് ലീവിന് വന്ന കുട്ടികളുണ്ടാവും നിൽക്കണു. ഓല് കീശയ്ക്ക് ഇങ്ങനെ നോക്കും, 500 നോട്ട് എടുത്തിട്ട് കവറിലിട്ട് കണ്ടാണ് കൊടുക്കും. ഇതൊക്കെയാണ് ഈമാൻ സ്ഥിരപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുത്തുനബിനോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് ആദ്യം സെറ്റാക്കേണ്ടത് ആ കാര്യമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം നബി തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടി. 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒരു ചുളി വീണിട്ടില്ല. 10 വയസ്സുള്ള സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കവിളിൽ ഒന്ന് തലോടിയതായിരുന്നു. കാരണം 130ാമത്തെ വയസ്സിലും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഇങ്ങനെ തൊട്ടിട്ട് ആ കൈ ഇങ്ങനെ വാസനിച്ചു നോക്കിയാൽ റോസാപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു എന്നാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊരിക്കൽ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കവിളിൽ ഒന്ന് ഉമ്മ വെച്ചിരുന്നു എന്നതാണ് കാരണം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കുള്ള അടുപ്പമാണ് ബറക്കത്ത്. എന്തിനാ കുടിരിക്കലിന് മങ്കൂസും മൗലൂദ് യാസീൻ ഓതിയാ പോരെ എന്ന് നാളിനോട് ഒരാൾ ചോദിച്ചു. യാസീൻ ഓതണം, അത് വേറെയാണ്. മങ്കൂസ് മൗലൂദ് ഓതേണ്ടടുത്ത് അതന്നെ ഓതണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാൽ അതായിരിക്കും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള വസ്തു. കാരണം ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള ആൾ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ ബറക്കത്തുകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കണം. ഒരു മഹല്ലത്തിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മഹല്ലത്തിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാർ ആ മഹല്ലിൽ ഉണ്ടാവലാണ് ബറക്കത്ത്. ഏതൊരു വിഷയത്തിൻ്റെയും ബറക്കത്ത് അതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ ബറക്കത്തായിരിക്കും ഉണ്ടാവുക. ഒരു മഹല്ലിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ആ മഹല്ലിലെ ആളുകൾക്കുണ്ടാവുന്ന ബറക്കത്താണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരു മനുഷ്യനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം.
മിസ്റിലെ രാജാവായിരുന്നു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഒരിക്കൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് നൈൽ നദിയുടെ മറുകരയിലുള്ള ആളുകൾ വന്ന് ഒരു ആവശ്യം അറിയിച്ചു. നൈൽ നദിയുടെ ഒരു കരക്കാണ് യൂസുഫ് നബി താമസിക്കുന്നത്. ഒരു ദിവസം മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യൂസുഫേ, നിങ്ങൾ കുറച്ചാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് പാർക്കണം എന്ന് പറഞ്ഞു. എന്തിനാ ഞങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണമെന്ന് ചോദിച്ചു. അതിൽ ഓല് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലോണം പൈസയും കച്ചവടങ്ങളും കടമൊക്കെ വീട് പെരപ്പണിയൊക്കെ തീർന്ന് നല്ല റാഹത്തായിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്ന് പാർത്താൽ അവിടെ അങ്ങനെ ആവുന്ന ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറ്. ഈ ബറക്കത്തിൻ്റെ കാര്യത്തിൽ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന് ആദ്യം നമ്മളെ പറ്റിയിട്ട് നമുക്കൊരു വിശ്വാസമാണല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ സ്വന്തത്തെക്കുറിച്ചുള്ള വിശ്വാസം സുന്നികൾക്ക് വളരെ കൂടുതലും അല്ലാത്തവർക്ക് കുറവാണ്. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് കാര്യമായിട്ടൊന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, നമ്മൾ ആരത്തേക്കാ പോകുക എന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്, നമുക്ക് ഇന്നോടത്ത് പോവുക, പല ആൾക്കാരും നമുക്ക് പറയാനുണ്ടാവും. അതേ സമയത്ത് സുന്നല്ലാത്ത ആൾക്കാരെ അടുത്ത് ചെന്നുകാണ്ട് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു, അതിനെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ തലമ്മ അങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും, അതിപ്പോഴേ ഇജനാണ് ദ്വാരുന്നോട് അറിയും. അതാ സംഗതി. അവനാനെ പറ്റിയുള്ളൊരു മതിപ്പ് അവനാനെ ആദ്യം വേണം. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നെ കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം നൈലിൻ്റെ മറുകരയിൽ പോയി താമസിച്ചു. നാട്ടുകാർ കരുതിയ മാതിരി തന്നെ ജലസേചനം നടന്നു, കൃഷി ഉഷാറായി, കച്ചവടങ്ങൾ ഉഷാറായി, പെരപ്പണി തീർന്നു, കടക്കന്ന് എല്ലാവരും റാഹത്തായി. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. സയ്യിദുനാ യൂസുഫ് അലൈഹി സ്വലാം മറുകരയിൽ വെച്ച് വഫാത്തായി. മടങ്ങി വരുന്നതിന് മുമ്പ് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ ഒരു തർക്കമുണ്ടായി. എന്തേ? ഇക്കരമക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, മയ്യത്ത് മറയ്യ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പറഞ്ഞു. അക്കരമക്കാർ പറഞ്ഞു, അമ്പിയാക്കൾ മരിച്ചോട് തന്നെ മറവ് ചെയ്യണം എന്നാണ്, ഇവിടെ തന്നെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, അല്ല ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പറഞ്ഞു. അക്കരമക്കാർ പറഞ്ഞു, തരൂല പറഞ്ഞു. ഇക്കരമക്കാർ പറഞ്ഞു, നിങ്ങളൊന്ന് തരാതിരുന്നോക്കാണി പറഞ്ഞു. അക്കരമക്കാർ പറഞ്ഞു, നിങ്ങളൊന്ന് കൊണ്ടേക്കണി ഒന്ന് കാണാമല്ലോ പറഞ്ഞു. അങ്ങനെ ഹത്തായക്കത്തിലും രണ്ടു കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസയ്ക്ക് വേണ്ടി. ഒരു നല്ല മനുഷ്യൻ മരിച്ചിടന്നാലും മതി, എന്നെ സംഗതി. ഒരു നാടിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞത് ബറക്കത്തുള്ള മനുഷ്യന്മാർ അവിടെ താമസിക്കലാണ് ഒരു നാടിൻ്റെ ബറക്കത്ത്. അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധത്തോടടുത്തെത്തിയപ്പോൾ രണ്ട് നാട്ടിലെയും ഹാക്കിമുകൾ, വിധികർത്താക്കന്മാർ, ജഡ്ജിമാർ യോഗം ചേർന്നിട്ട് ഒരു മസ്ലഹത്തിൻ്റെ തീരുമാനത്തിലെത്തി. നൈൽ നദിക്ക് മണലും ചാക്ക് കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ട് പെട്ടിയിലാക്കി നൈലിൻ്റെ നടുവിൽ യൂസുഫിനെ മറവ് ചെയ്യാം അലൈഹിസ്സലാം. അങ്ങനെ മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നൈൽ നദിയുടെ നടുവിൽ പെട്ടിയിലാക്കി മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തേക്കും തിരിച്ചുവിടുകയാണ് ചെയ്തത്. കുറേ കാലങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് വന്ന അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജനാസ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകാൻ അള്ളാഹു വഹി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നൈൽ നദിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജനാസ ഉൾക്കൊള്ളുന്ന പെട്ടിയെടുത്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിനോട് ചേർന്ന് ഇബ്രോൺ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണുണ്ടായത്. ഇന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ ഇബ്രോണിലാണ്. ഇബ്രോൺ എന്ന് പറഞ്ഞാൽ ഹറം ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലമാണ് ഇബ്രോൺ എന്ന് പറയുന്നത്. അവിടെയാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ളത്. ഒരു പള്ളിയുടെ ഉള്ളിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ബഹുമാനപ്പെട്ട സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെയും ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖബറുള്ളത് ഒരേ സ്ഥലത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് മഹാനായ സയ്യിദുനാ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഖബറുള്ളത്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറും ജൂതന്മാരുടെ കൈവശവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും സാറാ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഖബർ മുസ്ലിങ്ങളുടെ കൈവശവുമാണ് ഉണ്ടായിരുന്നത് യുദ്ധത്തിന് മുമ്പ്. നിലവിലുള്ള അവസ്ഥ അല്ലാഹു അലം. അങ്ങനെ അപ്പം അതുകൊണ്ട് ബറക്കത്തുള്ള മനുഷ്യനാണ് ഒരു നാടിൻ്റെ ബറക്കത്ത്.